കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും മുഴുവൻ കൺസ്ട്രക്ഷനും നടത്തിപ്പോരുന്നത് ഒരേ ഒരു കമ്പനിയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു അത്ഭുതമായി തോന്നും. 50,000 കോടി രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായി. ഈ കൺസ്ട്രക്ഷൻ ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങളും ക്രമക്കേടുകളും അഴിമതികളും ഓരോ ദിവസം കഴിയും തോറും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നതാണ്. പക്ഷേ ഒരു അന്വേഷണം പോലും ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല. ഈ ഊരാളുങ്കൽ സൊസൈറ്റി എടുത്തിട്ടുള്ള 50,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഈ കൺസ്ട്രക്ഷൻ 10 വർഷത്തിനകത്ത് എടുത്തിട്ടുള്ളതിൽ 99.9% കൊട്ടേഷനും ടെൻഡറൊന്നും ഇല്ലാതെയാണ്. 50-ൽ പരം റോഡുകൾ പൊളിഞ്ഞതായിട്ട് ഈ കഴിഞ്ഞ 10 വർഷം റിപ്പോർട്ട് വന്നു. പണികൾ പൂർത്തിയാക്കാതെ ഈ ഊരാളുങ്കൽ സൊസൈറ്റി പൈസ മാറിപ്പോയിട്ടുണ്ട്. സർക്കാർ പൈസ അനുവദിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും, ഏതൊരു പർച്ചേസിനും, ഏതൊരു സംവിധാനങ്ങൾക്കും മത്സരാധിഷ്ഠിതമായ ടെൻഡർ വേണമെന്നാണ് റൂൾസ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ടെൻഡറുമില്ലാതെ, ഒരു കൊട്ടേഷനുമില്ലാതെ, ഈ പണികളൊന്നും ഒരു പത്രപരസ്യം പോലും ചെയ്യാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിക്കുന്നത്. അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയും ഇടതുപക്ഷ പ്രസ്ഥാനവും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണവും തമ്മിൽ അനിഷേധ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഒരു വലങ്കൈയായിട്ട്, സർക്കാരിൻ്റെ ഒരു ഏജൻസിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ടെൻഡറും കൊട്ടേഷനും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്.